കഴിഞ്ഞ ദിവസം സ്പെയിനിലെ വളരെ ഭീതിജനകമായിട്ടുള്ളൊരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് അഭയാർത്ഥികൾ കൂട്ടം കൂട്ടമായി തടിച്ചുകൂടി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. യാതൊരുവിധ നിബന്ധനകളും പാലിക്കാതെ ഇവർ അതിർത്തി വേലികൾ ചാടിക്കടന്നും കടൽ നീന്തിക്കടന്നുമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ മൊറോക്കോയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്പാനിഷ് എൻക്ലേവ് ആയിട്ടുള്ള സ്യൂട്ടയിലേക്ക് ധാരാളം അനധികൃത കുടിയേറ്റക്കാർ പ്രവേശിച്ചതിനെ തുടർന്ന് സ്പെയിനുമായിട്ടുള്ള അതിർത്തികളിൽ ഫ്രാൻസ് സൈന്യത്തെ വിന്യസിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസ് സുരക്ഷയും നിയന്ത്രണങ്ങളും കർശനമാക്കിയിട്ടുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പറയുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത്, സ്യൂട്ടയ്ക്ക് ഷെൻജൻ പ്രദേശം പോലെ സഞ്ചാര സ്വാതന്ത്ര്യമില്ല, എന്നിരുന്നാലും ആവശ്യമെങ്കിൽ സ്പെയിനുമായുള്ള നമ്മുടെ അതിർത്തികളുടെ നിയന്ത്രണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഞാൻ ആഭ്യന്തരമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സുരക്ഷയ്ക്കായി 4 മൊബൈൽ പോലീസ് യൂണിറ്റുകൾ, ഒരു വിമാനം, ഒരു ഡ്രോൺ എന്നിവ വിന്യസിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം 60,000 അനധികൃത കുടിയേറ്റക്കാർ കരമാർഗവും കടൽമാർഗവും സ്യൂട്ടയിൽ പ്രവേശിച്ചതായി പ്രാദേശിക അധികാരികൾ പറയുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കടൽ നീന്തി പ്രദേശത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെ 57 കുടിയേറ്റക്കാർ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്പാനിഷ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ മൊറോക്കോയിലേക്ക് മടങ്ങാൻ ഏകദേശം 48,000 കുടിയേറ്റക്കാർ സ്പാനിഷ് തീരം വിട്ടിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറുവശത്ത് അതിർത്തികളിലെ പൗരന്മാരെയും സംരക്ഷിക്കുന്നതിന് അസാധാരണമായ നടപടികൾ സ്വീകരിക്കാൻ റോം തയ്യാറാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വ്യക്തമാക്കി. സ്പെയിനുമായുള്ള ഷെൻജൻ ഏരിയ കരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു, ആ കാര്യവും അവർ പരിഗണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മെലോണി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി: സ്യൂട്ടയിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നിയന്ത്രിതമായ അനധികൃത കുടിയേറ്റം യൂറോപ്പിൻ്റെ അതിർത്തിക്ക് വലിയ ഭീഷണിയാണ്. ഇറ്റലി ഇതെല്ലാം സമാധാനപരമായി സഹിക്കില്ല എന്നാണ് അവർ എഴുതിയത്. എന്തായാലും സ്പെയിൻ്റെ നയത്തിനെതിരെ ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രി പ്രതിഷേധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.